ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതായ ഒരു വിഷയമാണ് ഒബീഡിയൻസ് ടു ഗോഡ്, ദൈവത്തെ അനുസരിക്കുക. ഒബീഡിയൻസ് ടു ഗോഡ് ഈസ് വൺ ഓഫ് ദ സെൻട്രൽ തീം ഓഫ് ദി സ്ക്രിപ്ചർ ആൻഡ് ക്രിസ്ത്യൻ ലിവിങ്. ക്രിസ്തീയ ജീവിതത്തിലും ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത അതുല്യമായ ശക്തമായ ഒരു സന്ദേശമാണ് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത്. God has set a pattern for obedience, how to obey God. ദൈവത്തെ എങ്ങനെ അനുസരിക്കാൻ ആണ് ഒരു ദൈവപൈതലിന് കഴിയുന്നത്? Not only that, God set a pattern to obey God with his own character. With his own character. ദൈവത്തിൻ്റെ ആ തനിമയാർന്ന സ്വഭാവത്തിലൂടെ തന്നെ ദൈവത്തെ എങ്ങനെയാണ് നാം അനുസരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിൽ നിന്നാണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ത്രൂ ക്രൈസ്റ്റ്, ഹിസ് പെർഫെക്റ്റ് സബ്മിഷൻ, and also through the saints of hundredfolds of saints in the history, we can learn from them that how we can obey God and how we can please God by obeying his commands. അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിലൂടെ അത് അനേക ഭക്തന്മാരുടെ ജീവിതത്തിലൂടെ ദൈവത്തിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇത് നമുക്ക് അന്യമായ ഒരു പദമല്ല അനുസരിക്കുക എന്നുള്ളത്. ഇറ്റ്സ് എ കോമൺ തീം, ഇറ്റ്സ് എ കോമൺ വേർഡ്, ബട്ട് ഇറ്റ് ഈസ് വെരി സീരിയസ് വേർഡ് ദാറ്റ് ഓൾസോ അൾട്ടിമേറ്റ്ലി കണക്റ്റഡ് വിത്ത് അവർ ഡെസ്റ്റിനി ആൻഡ് അവർ ഫ്യൂച്ചർ. നമ്മുടെ ഭാവിയുമായിട്ട് ഒരുപാട് അത് ബന്ധപ്പെട്ട് കിടക്കുന്നു. ചരിത്ര താളുകളിലേക്ക് നോക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നതിലൂടെയുള്ള ബ്ലെസ്സിങ്സ്, ദൈവത്തെ അനുസരിക്കുന്നതിലൂടെയുള്ളതായ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകൾ എത്രയോ ശ്രേഷ്ഠമാണ് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. റൂട്ടുകൾ തെളിഞ്ഞു വരുന്നത്, വഴികൾ തെളിഞ്ഞു വരുന്നത്, നമുക്ക് മുൻപിൽ ഇരുട്ട് പടർന്നു കിടക്കുന്നതായ കാണാൻ കഴിയാത്ത, കണ്ണിൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദർശിക്കാൻ കഴിയാത്ത വഴികളെ തെളിച്ച് കാണുവാൻ, ഹല്ലേലൂയ, ആ ഒരു ഡയറക്ഷനിലേക്ക്, ഹല്ലേലൂയ, ആ ഒരു വെളിച്ചത്തിലേക്ക് നമ്മെ പിടിച്ചുകൊണ്ട് പോകുവാൻ കഴിയുന്നതാണ് ദൈവത്തോടുള്ള അനുസരണം. ഹല്ലേലൂയ. മുൻപിലുള്ളതായ ഇരുട്ടാർന്ന പാതകൾ, ഒന്നും വ്യക്തമല്ല, നോ വിസിബിലിറ്റി. അങ്ങനെയുള്ള സമയത്തും അനുസരണം എന്നുള്ള ഒരു എലമെന്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫാക്ടർ നമ്മുടെ ജീവിതത്തെ അസാധാരണമായ ദിശയിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനേക ഉദാഹരണങ്ങൾ നമുക്കതിലൂടെ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അത് എല്ലായ്പ്പോഴും നാം അത് ധ്യാനിച്ചാൽ, അത് മനസ്സിലാക്കിയാൽ, അതിൻ പ്രകാരം നമ്മുടെ ജീവിതത്തെ വിധേയപ്പെടുത്തിയാൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഈ ആയുസ്സിൽ ദൈവത്തിൻ്റെ കൃപകളെ വിശേഷമായി പ്രാപിച്ചുകൊണ്ട് നമുക്ക് നിലനിൽക്കുവാനായിട്ടിടയായിത്തീരും. നാമും ഒരു വലിയ അനുഗ്രഹമായി, ഒരു വലിയ ബ്ലെസ്സിങ്ങായി നമ്മുടെ ജീവിതം മാറുവാനായിട്ടിടയായിത്തീരും. ആദ്യമായി നാം ചിന്തിക്കുന്നത് ദിസ് ഒബീഡിയൻസ്, ദാറ്റ് പാറ്റേൺ സെറ്റ് ബൈ ഗോഡ് ഹിംസെൽഫ്. ദൈവം തന്നെയാണ് എങ്ങനെയാണ് ഒരു വ്യക്തി അനുസരിച്ചു നിൽക്കേണ്ടത് എന്നുള്ളതിന് ഉത്തമ ദൃഷ്ടാന്തമായിട്ടുള്ളത് ദൈവം തന്നെയാണ് സാക്ഷാൽ.
അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവം എങ്ങനെയാണ് അനുസരിക്കുന്നത്? സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, സോവറിൻ ആയിട്ടുള്ള ഗോഡ് ദൈവം എങ്ങനെയാണ്, ഹല്ലേലൂയ, ആരെയാണ് അനുസരിക്കേണ്ടത്? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഗോഡ് ഡസ് നോട്ട് ഒബേ ഇൻ ഹ്യൂമൻ സെൻസ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു മാനുഷികമായ രീതിയിൽ ഉള്ള ഒരു അനുസരണമല്ല ദൈവത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് ചിന്തിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആയിരിക്കേണ്ടതെന്ന് നമുക്ക് അനായാസേന മനസ്സിലാക്കുവാൻ കഴിയും. ഹിസ് ഫെയ്ത്ത്ഫുൾനെസ് ടു ഹിസ് വേർഡ്. അവൻ പറഞ്ഞ കാര്യങ്ങളെ അതുപോലെ അതിനോട് ഫെയ്ത്ത്ഫുൾനെസ് കാണിക്കുന്ന ആ ദൈവത്തിൻ്റെ ഒബീഡിയൻസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായി കൺസിസ്റ്റൻസി ഇൻ ഹിസ് വിൽ. ഹല്ലേലൂയ. അത് വളരെ അവൻ്റെ ഹിതം അതിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കുന്ന ദൈവം. അവൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് മാറാതെ ഫെയ്ത്ത്ഫുള്ളായി നിൽക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവത്തിന് അങ്ങനെ നിൽക്കേണ്ടതുണ്ടോ? ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ we will get our understanding more clearly. ദൈവത്തെ അനുസരിക്കുവാനുള്ളതായ ഫൗണ്ടേഷണലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്കിതിലൂടെ കിട്ടും. ഹല്ലേലൂയ. അനുസരിച്ച ഒരുപാട് പേരുടെ ചരിത്രങ്ങൾ ബൈബിളിൽ നമുക്കറിയാം. എന്നാൽ സ്തോത്രം, ഇത് ബേസിക്കായി, ഫൗണ്ടേഷണലായി നമ്മുടെ ഹൃദയത്തിൽ ഇത് നിലനിന്നെങ്കിൽ മാത്രമേ ദൈവത്താൽ രചിക്കപ്പെട്ടതായ ഭാവി മണ്ഡലത്തിൽ നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. ദൈവത്താൽ രചിക്കപ്പെട്ടതായ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ലോകത്തിന് ഈ ചുരുങ്ങിയ ജീവിതത്തിലൂടെ ഒരു വലിയ എക്സാമ്പിൾ സെറ്റ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. എന്തൊക്കെയാണ്? ഹിസ് ഫെയ്ത്ത്ഫുൾനെസ് ടു ഹിസ് വേർഡ്. അവൻ്റെ വചനത്തോടുള്ള അവൻ്റെ വിശ്വസ്തത. രണ്ട്, അവൻ്റെ മാറാത്ത ഹിതം, കൺസിസ്റ്റൻസി ഇൻ ഹിസ് വിൽ. ഹല്ലേലൂയ. അതിനാധാരമായിട്ട് നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 23 അധ്യായം 19 വാക്യം ഒന്ന് വായിക്കാൻ. നമ്പേഴ്സ് ചാപ്റ്റർ 23 വേഴ്സ് 19. പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? നോക്കണം. God is not a man that he should lie. അത് മാത്രമല്ല, nor a son of man that he should repent. As he said, and will he not do it? അവൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? വ്യാജം പറയാൻ തക്കവണ്ണം പറഞ്ഞാട്ടെ, ദൈവം ഒരു മനുഷ്യനല്ല, അനുതപിക്കുവാൻ അവൻ മനുഷ്യപുത്രനുമല്ല. ദിസ് ഈസ് ദ നേച്ചർ ഓഫ് അവർ ഗോഡ്. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രകൃതമെന്ന് പറയുന്നത്. കാരണം അവൻ വ്യാജം പറയാൻ അവൻ മനുഷ്യനല്ല. നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ഒരിക്കലും വ്യാജം പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വ്യാജമായി ഒന്നും പറയുന്നില്ല. രണ്ട്, അവൻ ഒരിക്കലും അനുതപിക്കുവാൻ അവന് അവസരമില്ല. ഹല്ലേലൂയ. കാരണം എന്താണ്? മനുഷ്യനല്ല. അങ്ങനെയുള്ളവനായ ദൈവം, he is very faithful to his word. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ജീവിതവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ദൈവത്തിൻ്റെ വചനവും അതിനോടുള്ള നമ്മുടെ കടപ്പാട്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എത്ര ഡീപ്പറായിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവൻ്റെ
അതിൽ ഏറ്റവും എടുത്ത് നാം ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ ആ ഇൻറ്റഗ്രിറ്റിയാണ്. ദൈവം തൻ്റെ വചനത്തോട് കാണിക്കുന്ന ട്രസ്റ്റ് വർദിനെസ്. മനസ്സിലാകുന്നുണ്ടോ? അനുസരണം എന്നുള്ള പദത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയുന്ന ഒരു രീതി ദൈവത്തിൻ്റെ നേച്ചറിലൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി. ഹല്ലേലൂയ. അവൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ എന്നാ ചോദിക്കുന്നേ. അപ്പോൾ കൽപ്പിച്ചത് ചെയ്യുന്നവൻ, അരുളി ചെയ്തത് നിവർത്തിക്കുന്നവൻ. അപ്പോൾ അവൻ്റെ പറഞ്ഞിരിക്കുന്ന കാര്യത്തോട്, അവൻ്റെ വായിൽ നിന്ന് വന്നിരിക്കുന്ന ആ സ്പോക്കൺ വേർഡ്, അരുളി ചെയ്തത്, അവൻ്റെ വായിൽ നിന്ന് കൽപ്പിക്കപ്പെട്ടത് സ്പോക്കൺ വേർഡ്, അത് നിവർത്തിക്കുന്നത്, അത് ചെയ്തെടുക്കുന്നത്, ഇതിനകത്തെല്ലാം അവൻ്റെ ട്രസ്റ്റ് വർദിനെസ്സും അവൻ്റെ ഇൻറ്റഗ്രിറ്റി നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഇൻറ്റഗ്രിറ്റിയും നമ്മൾ ഏറ്റവും ട്രസ്റ്റ് വർദിയുമായി മാറുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിനൊരു വ്യക്തിയെ ഉപയോഗിക്കുവാൻ, ദൈവത്തിനൊരു വ്യക്തിയെ മാനിക്കുവാൻ, ദൈവത്തിനെ ഒരു വ്യക്തിയെ ഒരു ദേശത്തിൻ്റെ നടുവിൽ ഉയർത്തി കാണിക്കുവാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഗുണങ്ങളാണ് ഇൻറ്റഗ്രിറ്റിയും ഹല്ലേലൂയ ട്രസ്റ്റ് വർദിനെസ്സും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. സോ ഇൻ നേച്ചർ ഹി ഈസ് നോട്ട് എ മാൻ, ഹി ഈസ് എ സൂപ്പർ നാച്ചുറൽ. ഹി നെവർ ടെൽ ലൈ. പ്രൈസ് ഗോഡ്. അപ്പോൾ ആ ദൈവത്തിന് തന്നിൽ തന്നെ ഒരു ഒബീഡിയൻസ്, ഹല്ലേലൂയ, തന്നിൽ തന്നെ ഒരു സ്ഥിരത, നിലനിൽക്കുന്നതായ അനുഭവങ്ങൾ, ഇത് നമ്മൾ ദൈവത്തിൽ കാണുന്നു. സോ ദിസ് ഒബീഡിയൻസ് സെറ്റ് ബൈ ഗോഡ് ഹിംസെൽഫ്. അപ്പൊ ദൈവത്തിൽ, സാക്ഷാൽ ദൈവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഈ ഒബീഡിയൻസ്. പറഞ്ഞത് ചെയ്യുന്നവൻ, പ്രവർത്തിക്കുന്നവൻ, വ്യാജം പറയാത്തവൻ, ഹല്ലേലൂയ, അനുദപിക്കാത്തവൻ. കാരണം ഇത് ഇത്രയുണ്ട്, പിന്നെ അനുദപിക്കേണ്ട കാര്യമില്ലല്ലോ. പിള്ളേരൊക്കെ ഇങ്ങനെ വളർന്നു വരുമ്പോൾ എത്ര പ്രാവശ്യമാണ്. പക്ഷേ നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. അവൻ അനുദപിക്കേണ്ട കാര്യം അവനില്ല. ഹി ഈസ് എ ഗോഡ്. അങ്ങനെ ഒരു ദൈവം നമുക്കുണ്ട്. സ്ഥിരതയുള്ളതായ, കൺസിസ്റ്റന്റ് ഇൻ ഹിസ് വിൽ, ഇൻ ഹിസ് ഡിസിഷൻ. അങ്ങനെ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അല്പം ഡീപ്പറായിട്ടുള്ള ചിന്തയാണ് നാം ധ്യാനിക്കുന്ന. അടിസ്ഥാനപരമായി നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നവരായി, ദൈവത്തിൽ വളരാൻ, വർദ്ധിച്ചു വരുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ഈ അനുസരണം എന്നുള്ളത്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ അനുസരണത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പെർഫെക്റ്റ് എക്സാമ്പിൾ വി ക്യാൻ സീ ഇൻ ജീസസ്. വായിക്കാം ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 8. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നോക്കണം, തന്നെത്താൻ താഴ്ത്തി. ശ്രദ്ധിക്കണമേ, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹി ഹംബിൾഡ് ഹിംസെൽഫ് ബൈ becoming obedient
to the point of death, even death on a cross. Hallelujah. അപ്പോൾ ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് അനുസരണമുള്ളവനായി മാറിയ കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ വായിച്ച തുടക്കം മുതൽ മലയാളത്തിൽ വായിച്ചപ്പോൾ നമ്മൾ കേട്ടല്ലോ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന ആ പ്രഥമമായ സ്ഥാനം, അല്ലെങ്കിൽ ദൈവാനുരൂപിയായ ദൈവമായ, കഴിഞ്ഞ ദിവസം ബൈബിൾ സ്റ്റഡിയിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം കണ്ടു, ക്രൈസ്റ്റ് ഹിംസെൽഫ്, ഹി വാസ് there before the creation. സൃഷ്ടികൾക്ക് മുൻപേ കർത്താവ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കർത്താവ് എന്തുകൊണ്ട് ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി മാറിയത്? ഹല്ലേലൂയ. അത് പ്രധാനമായും പ്രൈസ് ഗോഡ് ദൈവത്തിൻ്റെ ഹിതത്തോട് താതാത്മ്യപ്പെടുകയാണ്. ഇത് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും അതിലേക്ക് നമ്മെ വിധേയപ്പെടുത്തി കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു സബ്മിഷൻ, അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവം നമ്മെ കേൾപ്പിക്കുന്നതായ വചനത്തോട് താതാത്മ്യം പുലർത്തുവാൻ നമ്മുടെ ജീവിതത്തിന് കഴിയണം. ദൈവം നമ്മോട് ആജ്ഞാപിക്കുന്നതായ ആലോചനകളോട് പൂർണ്ണമായും വിധേയത്വം പാലിക്കുവാൻ നമ്മുടെ ഡെയിലി ലൈഫിലെ പ്രാക്ടീസിന് കഴിയണം. ഹല്ലേലൂയ. ആ ഒരു മണ്ഡലം ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി മാറും. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, എല്ലാം ദൈവത്തിൻ്റെ കരുതലും നടത്തിപ്പുമാണെന്ന്. ദൈവസഹായമില്ലാതെ ഒന്നും നടക്കില്ല എന്ന് വ്യക്തമായി അറിയാവുന്ന നമുക്ക് എത്രത്തോളം ഒബീഡിയൻ്റ് ആകാമോ അത്രത്തോളം ദൈവത്തിൻ്റെ ഫേവർ നമുക്ക് അനുഭവമാക്കുവാൻ ഇടയായിത്തീരും. കർത്താവ് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ആ വേദനയുടെ സഫറിംഗ് പാത്തിലൂടെ കടന്നുപോയപ്പോൾ, ആ സഫറിംഗ് പാത്വേ താൻ തിരഞ്ഞെടുത്തപ്പോൾ അവന് ലഭിച്ചതെന്താണ്? സകല നാമത്തിലും മേലായ നാമമാണ് അവന് ലഭിച്ചത്. പുറലോകരുടെയും ഭൂലോകരുടെയും പറഞ്ഞാട്ടെ അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന ആ നാമത്തിൻ്റെ ഉടമയായി യേശു മാറുവാനിടയായി തീർന്നു. ഇതാണ് സൂപ്പർ നാച്ചുറലായ ദൈവത്തെ അനുസരിച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ ബ്ലെസ്സിങ്സ്, അതിൻ്റെ പ്രിവിലേജ്. ഹല്ലേലൂയ. സകല നാമത്തിലും മേലായ നാമം. അപ്പോൾ അനുസരണം കൊണ്ട് വലിയ അനുഗ്രഹമാണുള്ളത്. അനുസരണം കൊണ്ട് ഒരിക്കലും നഷ്ടം വരികയില്ല. ഹല്ലേലൂയ. ആഴിയും ആഴവും നോക്കാതെ കർത്താവിന് വേണ്ടി, അവൻ്റെ വചനത്തിന് വേണ്ടി ഇറങ്ങിയവരാരും പെരുവഴിയിലായ ചരിത്രമില്ല. ദൈവം അവരെ മാനിച്ചിട്ടുണ്ട്, ദൈവം അവരെ വിശേഷമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവസഭയെ ദൈവത്തിൻ്റെ വാക്കിനു വേണ്ടി നിൽക്കുവാൻ, അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി മാറുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം, ജോൺ 6:38. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. നോക്കണം, യോഹന്നാൻ 6:38. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. നോക്കണം, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, കർത്താവ് പറയുകയാണ്, എൻ്റെ ഇഷ്ടമല്ല, പിന്നെയോ പറഞ്ഞാട്ടെ, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പർപ്പസിനായി ജനിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. അധരം കൊണ്ടെന്ന് പറയട്ടെ,
ഞാൻ ദൈവത്തിൻ്റെ പർപ്പസിനായി, ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റാൻ ജനിച്ചതാണ്, ഈ ജന്മം എനിക്ക് തന്നതാണ്, ഈ ആയുസ് എനിക്ക് തന്നതാണ് എന്ന് നാം പറയണം. ആർക്കെങ്കിലും അതിനൊരു അഗൈൻസ്റ്റ് ഒരു അഭിപ്രായമുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയാണ്, അതിൻ്റെ നിവർത്തീകരണത്തിനായിട്ടാണ് നമ്മുടെ ഈ ജീവിതം, ഈ ജന്മം. യേശു കർത്താവിന് ഒരു മടിയുമില്ല. യേശു കർത്താവ് ദൈവപുത്രനായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോഴും യേശു പബ്ലിക്കലി കൺഫസ് ചെയ്യുകയാണ്, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല വന്നത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നത്. സ്വർഗത്തിൽ നിന്ന് അതും ക്ലിയർ ചെയ്യുന്നു, ഇറങ്ങി വന്നിരിക്കുന്നത്. ഐ ഹാവ് കം ഡൗൺ ഫ്രം ഹെവൻ നോട്ട് ടു ഡു മൈ ഓൺ വിൽ ബട്ട് ദ വിൽ ഓഫ് ഹിം ഹൂ സെൻഡ് മീ. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ. പ്രിയമുള്ളവരെ, ദൈവമക്കളാകുന്ന നമുക്ക്, ഹല്ലേലൂയ, നമ്മെ അയച്ചവനായ, ഈ ജീവിതം തന്നവനായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഉള്ള, ഹല്ലേലൂയ, പ്രധാനപ്പെട്ടൊരു കടമ നമ്മുടെ മേലുണ്ട് എന്നുള്ളത് ഓർക്കണം. ഹല്ലേലൂയ. ക്രൈസ്റ്റ് എൻറ്റയർ മിഷൻ വാസ് മാർക്ക്ഡ് ബൈ സബ്മിഷൻ. അവൻ്റെ എൻറ്റയർ ലൈഫിലെ ഓരോ സ്റ്റെപ്പിലും, ഈച്ച് ആൻഡ് എവറി സിംഗിൾ സ്റ്റെപ്പ്, വി ക്യാൻ സീ ഹിസ് സബ്മിഷൻ ടു ദ ഫാദേഴ്സ് വിൽ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ താല്പര്യത്തിനായി കർത്താവ് ഓരോ സ്റ്റെപ്പിലും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. വളരെ സബ്മിസീവായി ജീവിക്കുന്ന അനുഭവം, സബ്മിഷൻ, സബ്മിസീവ് എക്സ്പീരിയൻസ് ക്രിസ്തീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. അതിൽ കർത്താവ് ഓരോ കാര്യം ചെയ്യാൻ വരുമ്പോഴും ആ ഹിതത്തിലേക്ക് നോക്കുകയാണ്. അതിനുദാഹരണം നിങ്ങൾക്ക് കാണാൻ കഴിയും. മാത്യു ചാപ്റ്റർ 4 അതിൻ്റെ ആരംഭ ഭാഗങ്ങളിൽ യേശു കർത്താവ് കടന്നുപോയ പരീക്ഷകളെ കുറിച്ചുണ്ട്. 3 വിധത്തിലുള്ളതായ പരീക്ഷകൾ, പിശാചിൻ്റെ പരീക്ഷകൾ. ബട്ട് we can see he was resisting all temptation to do the perfect will of God. ദൈവത്തിൻ്റെ പൂർണ്ണമായ ഹിതം നിറവേറ്റാൻ എല്ലാ ടെംപ്റ്റേഷനെയും എന്ത് ചെയ്തു? യേശു റെസിസ്റ്റ് ചെയ്ത് അതിനെതിരെ എതിർത്തു നിന്നു. ആ 3 പരീക്ഷണവും വേൾഡിലി ബെനിഫിഷ്യൽ ആയിട്ടുള്ളതായിരുന്നു, അല്ലേ? നമ്മൾ സാത്താൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു കറുത്ത രൂപിയായി മുൻപിൽ വന്നു നിന്ന് ഇങ്ങനെ ചെയ്യാൻ പറയുന്ന ആ ഒരു ഭാവനയിൽ നിങ്ങൾ കാണരുത്. യേശു കർത്താവിന് സിമ്പിളി വിശന്നു. വിശക്കുന്നവൻ എന്താണ്? ആഹാരമാണ് വേണ്ടത്. ആ ആഹാരം അവന് വെച്ചു നീട്ടി കൊടുക്കുവാൻ പിശാച് ശ്രമിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആരാണ് അതിൽ വീഴാത്തത്? ഹല്ലേലൂയ. ലോകത്തിലെ പ്രതാപങ്ങൾ വേണ്ടാത്തത് ആരാണ്? അധീലോകമെല്ലാം നിന്റെ കയ്യിൽ തരാമെന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ആരാണ്? ബട്ട് അവർ ജീസസ്, he completely submitted himself to obey the will of God. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ സമ്പൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ക്രൈസ്റ്റ് ഹിംസെൽഫ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ us. നമുക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല മാതൃകയും മോഡലും യേശു കർത്താവാണ്. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22:42 വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെയും കർത്താവ് പറയുന്നുണ്ട്. വായിക്കാമോ? ലൂക്ക് 22:42. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നോക്കണം, കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഗാർഡൻ ഓഫ് ഗെത്സമനയിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ സുപ്രധാനമായ ഒരു മിഷന്റെ നിവൃത്തീകരണത്തിലേക്ക് വന്നിരിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കുന്നു, നോട്ട് മൈ വിൽ ബട്ട് യുവേഴ്സ് ബി ഡൺ, ബട്ട് യുവേഴ്സ് ബി ഡൺ. എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നോക്കണം, എത്ര ഭീകരമായ അന്തരീക്ഷം, എത്ര
എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്നാണ് അവിടെ പറയുന്നത്. താങ്ങാൻ കഴിയാത്ത മരണവേദന, ആ ഡെത്ത് പെയിൻ യേശു അനുഭവിക്കുമ്പോഴും യേശു പ്രാർത്ഥിച്ചു, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ മാടി വിളിക്കുന്നതായ അനുഭവങ്ങളുടെ മധ്യത്തിൽ ദൈവവൈതൽ പിശാചിന്റെ ടെംപ്റ്റേഷനോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുവാൻ പരിശ്രമിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വഴികൾ തെളിഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ദൈവം വച്ചിരിക്കുന്ന വഴികൾ ശ്രേഷ്ഠമായതാണ്. ആ വഴികളിലേക്ക് നാം കടക്കുവാൻ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ പൂർണ്ണതയ്ക്കായി നമ്മെ തന്നെ ഏൽപ്പിക്കണം. ജീസസ് മോഡൽഡ് പെർഫെക്റ്റ് ഒബീഡിയൻസ് ഈവൻ വെൻ ഇറ്റ് മെൻ സഫറിങ്. കഠിനമായ വേദനയിലൂടെ പോകുമ്പോഴും യേശു തന്നെ അയച്ചവനായ ദൈവത്തോട് സമ്പൂർണമായ അനുസരണം കാണിച്ചു. ആ അനുസരണമാണ് നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ദൈവവചനത്തിൽ നാം വിശുദ്ധന്മാരുടെ ജീവിതം നോക്കുമ്പോൾ we can see the obedience of saints in the Old Testament. പഴയ നിയമത്തിൽ അനേക ഭക്തന്മാർ, ഭക്തമതിമാർ അനുസരണത്തിൻ്റെ പാതകളിലൂടെയാണ് അവരുടെ പേരുകൾ വേദപുസ്തകത്തിൽ സ്ഥാനം പിടിച്ചത്. ലോകചരിത്രത്തിൻ്റെ താളുകൾ മറിക്കുമ്പോഴും ദൈവത്തെ അനുസരിച്ച് ലോകമോഹങ്ങൾക്ക് വഴങ്ങാതെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചവരാണ് ചരിത്രത്താളുകളിലും ഇന്നും അനേകായിരങ്ങൾക്ക് ഇൻസ്പിറേഷനായി തല ഉയർത്തി നിൽക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തല ഉയർത്തി നിർത്തുവാൻ, ഹല്ലേലൂയ, നിന്നെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പേഴ്സണയാക്കി മാറ്റുവാൻ, നീ അതിൽ താമസിക്കുന്ന, നീ ഇടപെടുന്ന ഏത് മേഖലയിലും നിന്നെ വ്യത്യസ്തനാക്കി മാറ്റുന്നത് ദൈവത്തോടുള്ള അനുസരണമാണ്. ഹല്ലേലൂയ. അത് വഴികളെ തുറന്നു തരും, അതടഞ്ഞ വാതിലുകളെ തുറക്കും. ഒന്നും കാണാതിരിക്കുമ്പോഴും നീ അനുസരിക്കുവാൻ തയ്യാറാകൂ. വഴികൾ അവൻ നിനക്ക് വേണ്ടി തുറക്കും. ബിക്കോസ് our God is supernatural. He is supernatural. Hallelujah. Glory be to God. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം മുഴുവനായി വായിക്കുമ്പോൾ നമുക്ക് അബ്രഹാമിൻ്റെ അനുസരണത്തിന് കൊടുക്കുന്ന ഒരു വലിയ ഒരു റെക്കഗ്നേഷൻ, ആ ഒരു അനുഭവം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22-ൽ തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ ദൈവം പറയുമ്പോൾ വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ അബ്രഹാം ഒബെയ്ഡ് ഗോഡ്. അബ്രഹാം ഒരു തടസ്സവും കൂടാതെ ആ ദൈവം പറഞ്ഞ കാര്യം നോക്കണം, തടസ്സങ്ങൾ ഉള്ളതുപോലും മാറ്റിവെച്ച് അതിലേക്ക് പോകാതെ വളരെ ബുദ്ധിയോടെ പരിജ്ഞാനത്തോടെ ദൈവത്തെ അനുസരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് ജനറിക്കലി ആത്മീയ ഗോളത്തിൽ കാണുന്ന ഒരു കാര്യം ആണ്. ഈ ഒരു കാര്യവും തുറന്നു പറയാതിരിക്കുക. ഈവൻ പ്രാർത്ഥിച്ച് അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്, ശരിയായിട്ട് ബാലൻസ്ഡ് വേയിലേ എടുക്കാവൂ. നമുക്ക് ഇപ്പം വേറൊരാൾ ശരിയാണ് അറിയണ്ടാത്ത ഒരു കാര്യവും ആരും എന്ത് ചെയ്യണ്ട, അറിയേ വേണ്ട. പക്ഷെങ്കിൽ ഒരു അൺയൂഷ്വൽ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ഒരനുഭവം വിശ്വാസഗോളത്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട്. ഒരു കാര്യം ഒരാളോട് പറഞ്ഞാൽ അതിലൂടെ ഉണ്ടാകാവുന്ന പരാജയങ്ങൾ, അതിനെക്കുറിച്ച് ഭയക്കുന്ന ഒരു കാലമാണിത്. ഞാൻ പറയുന്നത് നിങ്ങൾ ബാലൻസ് വേയിൽ എടുക്കണം. അതിനകത്ത് കുറച്ച് ശരിയുണ്ട്, എന്നാൽ ആ കാര്യം കൃത്യമായി തടസ്സം കൂടാതെ നടക്കാൻ വേണ്ടി എടുക്കുന്ന ആ ശ്രദ്ധയും എഫേർട്സും ഉണ്ടല്ലോ, അത് ദൈവത്തെ അനുസരിക്കാനും നാം കാണിക്കണം. മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചില കാര്യങ്ങൾ തടസ്സമെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? ആ തടസ്സത്തെ മുൻകൂർ മനസ്സിലാക്കി അതിന് നമ്മൾ എന്ത് ചെയ്യും? പ്രിക്വേഷൻ എടുക്കത്തില്ലേ? യേശു ഇങ്ങനെയുള്ള പ്രിക്വേഷൻസിലാണ് നിന്നേ. അതുകൊണ്ടാണ് പിടിച്ചു നിന്നത്. ഇവിടെ പറഞ്ഞു വരുന്ന കോണ്ടക്സ്റ്റുവലായിട്ടാണ് ഞാനിത് പറയുന്നത്. ചരിത്രരേഖകൾ അനുസരിച്ച് പറയുന്നത് അബ്രഹാമിന്
ആ ഇസാക്കിനെ യാഗം കഴിക്കാൻ വലിയ പ്രയാസമായിരുന്നു. കാരണം വ്യക്തിപരമായിട്ടല്ല, അത് ഇമോഷണൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവൻ്റെ വീട്ടിൽ നിന്ന്, സാറായുടെ അടുക്കൽ നിന്ന് ഇവനെ ഒന്ന് കൊണ്ടുപോണ്ടേ. അത്ര ചെറിയ കാര്യമല്ല. അങ്ങനെയും വ്യാഖ്യാനങ്ങളും എഴുതപ്പെട്ട പുസ്തകങ്ങളുമുണ്ട്. അതൊന്നും സാധാരണ അബ്രഹാം എല്ലാം കൺസെൻറ്റ് വാങ്ങിച്ച് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ. അതിന് ഒരു ഉദാഹരണമുണ്ട്, ഞാൻ വിഷയം മാറിപ്പോകുന്നില്ല. അവൻ്റെ ഫാമിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പോലും സാറയുടെ ഉപദേശം കേട്ട ആളാണ് 1-2 തവണ അബ്രഹാം. പക്ഷെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ അബ്രഹാം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരമോന്നത ഹിതം അനുഷ്ഠിക്കുന്നതിനൊരു തടസ്സം ഏറ്റവും അകത്തളങ്ങളിൽ നിന്ന് ഉയർന്നു വന്നാൽ അതിനെ പോലും സൈഡ് ചെയ്തുകൊണ്ട് പോകാൻ പരിശ്രമിക്കുന്ന ഒരു പരിശ്രമം. ഹല്ലേലൂയ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ സേവിക്കുന്നതിൽ നമുക്ക് തടസ്സം വരുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി അതിനോട് ബൈ പറഞ്ഞ് നിൽക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പദ്ധതി നമ്മിൽ നിറവേറത്തുള്ളൂ. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ സാധാരണ പദ്ധതിയല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഫുൾനെസ് എക്സ്പീരിയൻസിൽ വരാൻ പിശാച് അനുവദിക്കാത്തത്. ഹല്ലേലൂയ. കാരണം പിശാചിനറിയാം ഇവൻ ദൈവത്തെ അനുസരിച്ചാൽ ഇവൻ്റെ ഭാവി മറ്റൊന്നാണ്, ഇവൻ്റെ വഴികൾ മറ്റൊന്നാണ്. ഇവന് വേണ്ടി ഒരുക്കപ്പെട്ടത് അതിശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഇവനെ ഹാഫ് വേയിൽ തന്നെ നിർത്തുക. ഇതാണ് യേശുവിനെ കുറിച്ച് പിശാച് ചിന്തിച്ചത്. ക്രൂശ് മരത്തിന്റെ അടുക്കലേക്ക് പോകുവാൻ അനുവദിക്കാതെ ഹാഫ് വേയിൽ തന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ശത്രു പദ്ധതിയിട്ടു. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഹല്ലേലൂയ. അവന്റെ സ്ട്രാറ്റജി നാം അറിയണം, അവന്റെ ടാക്ടിക്സ് നാം അറിയണം. ദൈവത്തെ നാം ആത്മാർത്ഥമായി സേവിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയണം. അബ്രഹാമിൻ്റെ ഹി ഡെമോൺസ്ട്രേറ്റഡ് എ റാഡിക്കൽ ട്രസ്റ്റ്. റാഡിക്കൽ ട്രസ്റ്റ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അസാധാരണമായ ആശ്രയമാണ് അബ്രഹാമിനുണ്ടായിരുന്നത്. ഇന്നും ഞാൻ ആത്മാവിൽ വചനത്തെ എടുത്ത് പറയട്ടെ, അസാധാരണമായ ഒരു ആശ്രയ ബോധത്തിലേക്ക് ദൈവ പൈതൽ വന്നാൽ, ഹല്ലേലൂയ, ആ ഒരു റെൽമിലേക്ക് നീ വന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ വഴി 11 ടവറിലും നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമെന്ന്, ഹല്ലേലൂയ, ഒന്നും കാണാത്തടത്ത് വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് പകൽ ദൈവസഭയെ അറിയട്ടെ. മോറിയ മലയിൽ, ഹല്ലേലൂയ, അവിടെ ആട്ടിൻകൂട്ടങ്ങളില്ല, അവിടെ ആൾക്കാരില്ല, വിജനമായ സ്ഥലമാണ്. ഇതാ അബ്രഹാം ആ യാഗം കഴിക്കുവാൻ, മകന്റെ മേൽ കയറ്റി വയ്ക്കുവാൻ പോകുമ്പോൾ ഇതാ അവിടെ ഒരു ആട്ടിൻകുട്ടി. ഹല്ലേലൂയ. കരുതൽ, ദൈവത്തിൻ്റെ കരുതൽ, ആശ്രയിച്ച് നിൽക്കുന്നവനെ ദയ കൊണ്ട് ചുറ്റുന്ന കരുതൽ, അവനിൽ ആശ്രയിച്ച് അവൻ മാത്രം ആശ്രയമായി നിൽക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ഒരുക്കപ്പെടുന്ന വഴികൾ ഇന്ന് സഭ ദൈവ പൈതൽ അത് തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പിശാച് എന്ത് ചെയ്യും? ഇത് മറച്ചു കളയും, നമ്മളെ ഹാഫ് വേയിൽ നിർത്താൻ നോക്കും. ഹല്ലേലൂയ. ഒരു കംപ്ലീറ്റ് സബ്മിഷൻ നമ്മളെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടേതായ ഓൺ പ്ലാനുകളിലേക്ക് ഡൈവർട്ടാക്കി നമ്മുടെ ചിന്തകളെ മറിച്ചുകൊണ്ട് നമ്മളെ നിർത്തും. അവിടെ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പ്ലാൻ നിറവേറത്തില്ല. അബ്രഹാമിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ പ്ലാൻ വിശ്വാസികളുടെ പിതാവെന്ന പേരിൽ അവൻ അറിയപ്പെടണമെന്നുള്ളതായിരുന്നു. ഓ റബൽ ഖമനഹസ്യാന. ഹല്ലേലൂയ. 17-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലും നമുക്ക് കാണാൻ കഴിയും, 99 വയസ്സുള്ളപ്പോഴും ദൈവം അവനോട് ഇടപെട്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, എന്താണ് ആ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നത്? അബ്രഹാമിനെ ദൈവോടെ പ്രത്യക്ഷനായി ഒന്ന് വായിച്ച 17-1-2. 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളിച്ചെയ്തു. നോക്കണം, 99 വയസ്സായി 75-ാമത്തെ വയസ്സിൽ പ്രയാണം തുടങ്ങി. ടെന്റുകൾ മാറ്റിയടിച്ച് അബ്രഹാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ലൊരു കംഫർട്ട് സ്റ്റേഷനിൽ നിന്നാണ് അബ്രഹാം പുറപ്പെട്ടിരിക്കുന്നത്. ഓർക്കണം പ്രിയമുള്ളവരെ, അന്നേരവും ദൈവം പറയുന്നത് എന്താണ്?
എൻ്റെ മുൻപാകെ നടന്ന് ഈ സൂപ്പർ നാച്ചുറൽ ഗോഡ് ഈസ് ഡിമാൻഡിങ് ഫ്രം us to back before him with blameless nature. ഹല്ലേലൂയ. അവൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കരായിരിക്കുക. ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ആ വചനം ഉള്ളിൽ കരുതണം. വഴി അവൻ്റെ പക്കലാണ്. അവൻ പറഞ്ഞു, ഐ ആം ദ വേ. ഹല്ലേലൂയ. അത് ഇറ്റേണൽ ലൈഫിനെ കുറിച്ച് മാത്രമല്ല. ഹി ഈസ് ദ വേ. ഹി ഈസ് ദ വേ ഫോർ എവരിതിങ്. ദൈവ പൈതലേ, ഹി ഈസ് ദ വേ ഫോർ എവരിതിങ്. നിങ്ങൾക്ക് വേണ്ടി അവൻ വഴിയാണ്. നിങ്ങളുടെ എല്ലാറ്റിലും അവൻ വഴിയാണ്. ഓ ഹല്ലേലൂയ. എത്ര പേർക്കത് മനസ്സിലായി? നിങ്ങളുടെ ഏത് വിഷയങ്ങളിലും അവനാണ് വഴി. ഹല്ലേലൂയ. വഴി തരുന്നത് അവനാണ്. ഡയറക്ഷൻ തരുന്നത് അവനാണ്. തക്ക സമയത്ത് കരുതി പ്രവർത്തിക്കുന്നത് അവനാണ്. പത്രോസിന്റെ വലയ്ക്കകത്ത് മീനിന്റെ സൃഷ്ടി നടത്തിയെന്ന് പറഞ്ഞതുപോലെ ഇതാ മോറിയായുടെ വിജനമായ ഹല്ലേലൂയ യാഗവേദിയിൽ ഇതാ സ്തോത്രം, ഒരു ആട്ടിൻകുട്ടി. അത്രയും ചെയ്ത ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ലേ? നിനക്ക് വേണ്ടി ഒരു വേക്കൻസി ഒരുക്കാൻ കഴിയത്തില്ലേ? നിനക്ക് വേണ്ടി ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയത്തില്ലേ? നിനക്കൊരു തലമുറ തരാൻ കഴിയത്തില്ലേ? ഓ സ്തോത്രം, നിന്റെ ആരോഗ്യ വിഷയത്തിൽ ഇടപെടാൻ കഴിയത്തില്ലേ? ദൈവസഭ ഉണരട്ടെ. തെളിവായി പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ വചനത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ജുഡാരവ ഷൈഡബാല ഖരാദര സൈദല സൈഖർ വൈഡ പ്രൗഢ ഹമാരാ ദീന കടാസിയാല യേശുവിൻ നാമത്തിൽ ഓ ശ്യാംധര ഘടകസ്യാല. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിന് സകലവും കഴിയും. ഹല്ലേലൂയ. റാഡിക്കൽ ട്രസ്റ്റ് ഇൻ ഗോഡ്. ഹല്ലേലൂയ. അതാണ് സങ്കീർത്തനത്തിലുള്ളത്. യഹോവയിൽ ആശ്രയിക്കുകയും തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുക ശ്രേഷ്ഠമായ അനുഭവമാണ്. പ്രിയമുള്ളവരെ, ഇതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഇങ്ങനൊരു വാഗ്ദത്വമൊക്കെ തന്നാണ് നിങ്ങൾ ഈ രാജ്യത്ത് കാലുകുത്തിയിരിക്കുന്നത്. തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, ശത്രു വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇല്ലെന്ന് ആര് പറഞ്ഞു? അനേക കുടുക്കുകളും തടസ്സങ്ങളും ഉണ്ടായിരുന്നു. അതിനെയൊക്കെ വകഞ്ഞു മാറ്റി ഇതിനെ ഇവിടെ കൊണ്ടിട്ടെങ്കിൽ മുൻപോട്ട് നടത്താനും ഹല്ലേലൂയ വർദ്ധിപ്പിക്കാനും വളർത്താനും വേണ്ടത് അവൻ്റെ പക്കലുണ്ട്. ഓ ഹല്ലേലൂയ. അവൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. വിശ്വസ്തയോടെ അവനെ സേവിക്കുക. അബ്രഹാമിനോട് ഡിമാൻഡ് ചെയ്ത ദൈവം ആ എഡ്ജ് ടൈമാണ്. അത് ആയുസിൻ്റെ എല്ലാ സമയം അങ്ങോട്ട് നീങ്ങി നീങ്ങി പോവുകയാണ്. ഇനി ഒന്നും നടക്കത്തില്ലെന്ന് പറയുമ്പോഴാണ് ദൈവം പിന്നെയും പറയുന്നത്. ഇന്നും ഈ ആലോചന ഞാൻ ദൈവസഭയോട് പറയുമ്പോൾ വളരെ വളരെ വൈകാരികമായിട്ട് കൂടെയാണ് ഞാൻ പറയുന്നത്. കാരണം വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് മടുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുവരെ നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നവരുണ്ടെങ്കിലും ഈ പകൽ ആത്മാവ് പറയുന്നു, നീ തളരണ്ട, നീ ഡിസിഷൻ എടുത്താൽ മതി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തിന് മുൻപാകെ നിഷ്കളങ്കതയോടെ നിൽക്കും, എൻ്റെ ദൈവത്തിൻ്റെ ഹിതത്തിന് നിൽക്കും എന്നുള്ള സമർപ്പണം മതി. ഓ ഹല്ലേലൂയ. ആ ദൈവം താഴോട്ടുള്ള ഭാഗത്ത് ഉൽപ്പത്തി 17 പറയുന്നത്, ഞാൻ എനിക്കും നിന്റെ സന്തതിക്കും മധ്യ എന്ത് ചെയ്യുന്ന എൻ്റെ നിയമം സ്ഥാപിക്കും. എവിടെ തലമുറ? എവിടെ സന്തതി? ഓ റബൽ ശമനഹസ്യ. അവർ ഗോഡ് ഈസ് സൂപ്പർ നാച്ചുറൽ ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നും ഒരു പ്രവർത്തിക്കും സ്കോപ്പില്ലാതെ കിടക്കുമ്പോഴാണ് ദൈവം ഇത് പറയുന്നത്. ഹല്ലേലൂയ. വലിയ വലിയ പ്രോമിസസ് ആണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു, ഹി ഈസ് അബ്സല്യൂട്ട് ഇൻ ഹിസ് എബിലിറ്റി. അവന് പ്രവർത്തിപ്പാൻ ശക്തനാണ്. അവൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാണ്, എടുത്താൽ തീരുന്നതല്ല. ഹല്ലേലൂയ. കൺസംഷൻ അനുസരിച്ച് കുറഞ്ഞു പോകുന്നതല്ല. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ആ ദൈവം പറഞ്ഞതല്ലേ നടന്നത്? ദൈവം പറഞ്ഞത് നടന്നോ? ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ ശക്തമായ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരാകണം. നമ്മൾ ഹാഫ് വേയിൽ എന്തെങ്കിലുമൊക്കെ പ്രാപിച്ച് എങ്ങനെങ്കിലും ആയിത്തീരുന്നതല്ല. ഹല്ലേലൂയ. ദൈവ പൈതലേ, നിന്റെ ജീവിത സാക്ഷ്യം എഴുതാൻ, പുസ്തക രൂപേണ പുറത്തു വരാൻ റബൽ ശമനഹസ്യാന നിന്നെ അവൻ ഉയർത്തിക്കൊണ്ടു വന്നത്.
ഓ സ്തോത്രം. ദാവീദ് പറഞ്ഞതുപോലെ ആടുകളുടെ കൂട്ടത്തിൽ ആട്ടിൻ കൂട്ടങ്ങളിൽ കിടന്ന് എന്നെ ഈ സിംഹാസനത്തിലേക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞ്, ഇത് പ്രോസ്പിരിറ്റി അല്ല ഈ പറയുന്നത്, ദൈവത്തിൻ്റെ വഴികളെ കുറിച്ചാണ്. തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന വിധങ്ങളെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. ഈ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വരുമ്പോൾ അത് പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. ദാവീദിനൊരു പേരുണ്ട്, ഹി ഈസ് ദ അനോയിന്റഡ് വൺ. അവൻ അഭിഷക്തനാണ്, അവൻ അഭിഷക്തനാണ്. കല്ലറയിൽ വയ്ക്കുന്നതിന് മുൻപ്, മരിക്കുന്നതിന് തൊട്ട് മുൻപ് ശലോമോനെയൊക്കെ അനുഗ്രഹിച്ച് രാജ്യഭാരം കൊടുക്കുന്ന സമയത്ത് ദാവീദിൻ്റെ ദൈവത്തിന് കൊടുക്കുന്ന ഒരു താങ്ക്സ് ഗിവിങ് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, വായിച്ചു നോക്കണം. വളരെ വികാരഭരിതമാണ്. എല്ലാം നീ ദാനമായി തന്നു, ഒന്നും ഞാൻ കൊണ്ടുവന്നില്ല. പ്രിയമുള്ളവരെ, പഴയ നിമിത്ത ഭക്തശിരോമണികൾ ദൈവത്താൽ മാനിക്കപ്പെട്ടത് വെറുതെയല്ല. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നതിലും ദൈവിക കാര്യങ്ങൾ ഉദാസീനത കാണിക്കരുത്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. വഴി നടത്താൻ അവന് കഴിയും. വഴി അവൻ്റെ പക്കലാണ്. നിന്റെ വഴി അവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഓ ഹല്ലേലൂയ, നിന്റെ വഴി അവൻ്റെ കയ്യിലാണ്. Glory be to God. ഒരു വാക്യം കൂടെ വായിക്കാം. ഹീബ്രു 11:8. ഹീബ്രു 11:8. പെട്ടെന്ന് വായിച്ചാട്ട് ഇത്രയും സമയമോ? ഉറക്കെ വായിക്കണേ, മൈക്കുണ്ടോ? വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. നോക്കണം. ബൈ ഫെയ്ത്ത് അബ്രഹാം, when he was called, obeyed by going out to a place which he was to receive for an inheritance, and he went out not knowing where he was going. Hallelujah. തനിക്ക് അവകാശമായി കിട്ടുവാൻ വിളിക്കപ്പെട്ടപ്പോൾ, അപ്പോൾ ഈ വിളിയും എല്ലാം ഹാർഡായിട്ടുള്ള വിളിയായിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് ആ വിളിയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വിളിയിൽ തന്നെ അതെല്ലാം ഉണ്ടായിരുന്നത്. കൊച്ചുവനെ ശരിയല്ലേ? ആ വിളിയിൽ ക്ലിയർ, ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ, ഐ വിൽ മേക്ക് യുവർ നെയിം ഗ്രേറ്റ്. ഇതെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനത്ത് അവൻ എത്തണമെങ്കിൽ ഇവിടെ അദ്ദേഹം ഉണ്ടാക്കിയ സാമ്രാജ്യത്തിൻ്റെ മേളിൽ നിന്ന് ദൈവം ഒരു പണി ഒരിക്കലും ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ പണി ഗ്രാസ് റൂട്ട് ലെവലിലാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് സബ്മിഷനിലൂടെയും ഹല്ലേലൂയ സമർപ്പണത്തിൻ്റെയും മുകളിലാണ് ദൈവം അത് പണിയുന്നത്. ഇന്ന് പകൽ ആ മർമ്മം നിങ്ങൾ ഗ്രഹിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെ മുകളിലിട്ടൊരു പണി ദൈവം ചെയ്യത്തില്ല. ദൈവത്തിന് വേണ്ടത് കംപ്ലീറ്റായി സറണ്ടർ ചെയ്ത ജീവിതമാണ്, സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ്. ആ ജീവിതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടൊരു യാത്ര, ഒരു വിശ്വാസ യാത്ര ദൈവ പൈതൽ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ആ വിശ്വാസ യാത്ര നിങ്ങൾ ചെയ്യുമ്പോൾ അവിടുന്ന് ദൈവം ചെയ്യും. ദൈവം പണിയാൻ തുടങ്ങും, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരുപാട് വഴികളിൽ ഡ്രൈനസ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഫെലോഷിപ്പുകൾ പോലും അബ്രഹാമിന് കിട്ടാത്ത സന്ദർഭങ്ങളുണ്ട്. പക്ഷേ അവിടെ എല്ലാം, പക്ഷേ ആരുടെ കണ്ണിലാണവൻ? ആരുടെ കണ്ണിലുണ്ട്? സിജോ, ആരുടെ കണ്ണിലുണ്ട്? ദൈവത്തിൻ്റെ കണ്ണിലുണ്ട്. നമുക്ക് തോന്നും നമ്മുടെ ഡ്രൈനസും പെയിനും ആകാംക്ഷ നിറഞ്ഞ, ഉത്കണ്ഠ നിറഞ്ഞ ജീവിത പശ്ചാത്തലത്തിലൂടെ മുൻപോട്ട് നീങ്ങുമ്പോൾ, ഹല്ലേലൂയ, ദൈവം എവിടെ? ദൈവം ഉണ്ടോ? ദൈവം കാണുന്നോ? എൻ്റെ ദൈവം എവിടെ എന്ന് നീ ചോദിക്കുന്നെങ്കിൽ ഓർക്കുക, അവൻ്റെ കണ്ണിൽ തന്നെ നീ ഉണ്ട്, അവൻ്റെ ദൃഷ്ടിപഥത്തിൽ തന്നെ നീ ഉണ്ട്. നിന്റെ വിഷമങ്ങൾ അവൻ അറിയുന്നുണ്ട്. ഹല്ലേലൂയ, നിന്നെ എവിടെയാണ് മാനിക്കേണ്ടതെന്ന് അവൻ അറിയാം, എവിടെയാണ് നിന്നെ കരത്തിൽ പിടിക്കേണ്ടതെന്ന് അവൻ അറിയാം. ഓ ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ആലോചനകളൊക്കെ ഇവിടെ കേട്ടിട്ട് പോവുകയല്ല, വീട്ടിൽ സമയം ലഭിക്കുമ്പോൾ ഇരുന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും സമർപ്പിക്കുകയും ചെയ്യണം. അത് വലിയ അനുഗ്രഹമായി മാറുവാനിടയായി തീരും. അപ്പോൾ അവകാശമായി ഈ വിളിച്ചപ്പോഴേ ഇതെല്ലാം ഉണ്ട്, ദൈവത്തിൻ്റെ പ്ലാൻ അതിനകത്തുണ്ട്. എവിടേക്ക് പോകുന്നു എന്നറിയാതെ അബ്രഹാം പുറപ്പെട്ടു. ഇത് വിശ്വാസ ജീവിതത്തിൻ്റെ പ്രത്യേകത. ഇതാ, ലോകത്തിൻ്റെ തിയറികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്.
ലോകത്തിൻ്റെ തിയറിയിലൂടെയുള്ളതല്ല ദൈവത്തിൻ്റെ വഴികൾ. പലപ്പോഴും വിശ്വാസഗോളത്തിൽ തന്നെ വിശ്വാസികൾ പരാജയപ്പെട്ടു പോകുന്നത് അവർ ലോകത്തിലൂടെ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കും. അപ്പോൾ പത്രോസ് ഡ്രൗണായി പോയില്ലേ, അതുപോലെ പോകുന്ന അവസ്ഥകളുണ്ടാകും. പക്ഷെങ്കിൽ കർത്താവിനെ നോക്കി മുമ്പോട്ട് പോകുക, സമയത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. നോഹയുടെ കാര്യം നമുക്കറിയാം. ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നും മഴയുടെ മേഘമോ ഒന്നും കാണാത്തപ്പോൾ ദൈവം പറയുകയാണ് മഴ പെയ്യും. നീ ആർക്ക് പണിയുക? ഹി ഒബേയ്ഡ് ഗോഡ്. ഹി ഫൗണ്ട് ഗ്രേസ് ആൻഡ് ഫേവർ ഇൻ ഹിസ് ജനറേഷൻ. അവൻ ആ തലമുറയിൽ ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായി മാറി. ആ തലമുറയിൽ അവനൊരു വലിയ ലെഗസി കെട്ടിപ്പടുക്കുവാനിടയായി. അവനും വേണമെങ്കിൽ ആ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ പ്രളയത്തിനകത്ത് പെട്ടുപോകേണ്ടവനായിരുന്നു. നിങ്ങൾ ഇവിടെ ഉണ്ടോ? പ്രളയത്തിനകത്ത് പെട്ടുപോകേണ്ടവനായിരുന്നു. പക്ഷെ അവൻ കണ്ണുമടച്ച് ദൈവത്തെ വിശ്വസിച്ചു. ദൈവത്തെ വിശ്വസിച്ചപ്പോൾ വെറും വിശ്വാസം കൊണ്ട് നടക്കത്തില്ല. വിശ്വാസത്തോട് ചേർന്ന് എപ്പോഴും എന്തുണ്ട്? ഒബീഡിയൻസ് ഉണ്ട്, അനുസരണം എന്നുള്ള വലിയൊരു ഫാക്ടർ വിശ്വാസത്തോടു കൊണ്ട്. വെറും വിശ്വാസം എങ്ങും വർക്കാവത്തില്ല. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്നാണ്, അതിന് ജീവനില്ലെന്നാണ് ലേഖനകർത്താവ് പറയുന്നത്. അപ്പോൾ പ്രവൃത്തി ആവശ്യമാണ്. ആ പ്രവൃത്തി നോഹ എങ്ങനെയാണ് ചെയ്യുന്നത്? മഴ പോലും ഇല്ലാത്തപ്പം. ഹല്ലേലൂയ. ഗ്രഹിക്കണം, നമ്മളിപ്പോൾ ഒന്നും കണ്ടില്ലെങ്കിലും ഞെരുക്കത്തിലൂടെ പോകുമ്പോഴും കഷ്ടതയിലൂടെ പോകുമ്പോഴും വലിയ പ്രയാസത്തിലൂടെ പോകുമ്പോഴും ദൈവത്തെ അനുസരിച്ച് വിശ്വസ്തരായി നിൽക്കുക. അതാണ് വളരാനുള്ള വഴി. അതാണ് ദൈവത്തിൻ്റെ ഭാവി തലങ്ങളിലേക്ക് കയറിപ്പോകാൻ ഉള്ള വഴി. മോശയെക്കുറിച്ച് ആദ്യമൊക്കെ മോശ കുറേ റിലക്റ്റൻ്റ് ആയിരുന്നു കൊട്ടാരത്തിൽ വസിച്ചപ്പോൾ. പക്ഷേ പിന്നീട് അങ്ങോട്ട് ദൈവത്തെ അനുസരിക്കുവാൻ തുടങ്ങി. ദൈവത്തെ അനുസരിച്ചപ്പോൾ ആ ഓൾ ഇസ്രായേലിനെ ലീഡ് ചെയ്യുവാൻ ദൈവം അവനെ പ്രാപ്തനാക്കുകയാണ്. അവൻ എവിടെ പരാജയപ്പെട്ടോ ആ പരാജയപ്പെട്ട സ്ഥാനത്ത് അവനെ ഒരു ജയാളിയാക്കി ദൈവം മാറ്റി. ഹല്ലേലൂയ. ദൈവത്തെ അനുസരിക്കാൻ പഠിക്കുമ്പോൾ, ദൈവത്തെ വാസ്തവമായും അനുസരിക്കുവാൻ പഠിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പരാജയപ്പെട്ട സ്ഥാനങ്ങളും വിജയത്തിൻ്റെ സ്ഥാനങ്ങളാക്കി അവൻ മാറ്റും. അതേ കൊട്ടാരത്തിലേക്ക് അവൻ ആദ്യം ഹെസിറ്റേറ്റ് ചെയ്തതൊക്കെ ആ മരണഭയം കൊണ്ടാണ്. അതേ സ്ഥാനമാണ്. അവിടുത്തെ പ്രശ്നം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെങ്കിൽ മോശ 40 വർഷം മരുഭൂമിയിൽ കിടന്നുകൊണ്ട് ദൈവത്തെ അനുസരിക്കാനാണ് പഠിച്ചത്. ഫറവോയുടെ കൊട്ടാരത്തിൽ പഠിച്ചതെല്ലാം ധാർഷ്ട്യത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ലോകത്തിൽ കണ്ണിൻ മുൻപിൽ കാണുന്ന കാര്യങ്ങളെ കണ്ടുകൊണ്ട് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും ആണവൻ പഠിച്ചത്. എന്നാൽ മരുഭൂമിയിലെ വാസം, കഷ്ടതയുടെ വാസം, പ്രയാസത്തിൻ്റെ അനുഭവങ്ങളെല്ലാം തന്നെ അനുസരണത്തിൻ്റെ പാതയിലേക്ക് നയിക്കപ്പെടുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് ഒരു സ്പിരിച്വൽ ഡൈനസ് വല്ലാത്ത പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പോകുന്നെങ്കിൽ ഓർക്കുക, ഇത് നിങ്ങളെ തകർക്കാനല്ല. വളരെ കൃത്യമായി പറയട്ടെ, നിങ്ങളെ തകർക്കാനല്ല, ഒരു വലിയ ഗ്രേറ്റ് കംബാക്കിന് വേണ്ടിയാണ്, ഒരു വലിയ മടങ്ങിവരവിന് വേണ്ടിയാണ്, വലിയ മടങ്ങിവരവിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഈ സാഹചര്യത്തിൽ നിർത്തിയിരിക്കുന്നത്. ഈ സ്ഥാനത്ത് വിശ്വസ്തരായിരിക്കട്ടെ. ഈ സ്ഥാനത്ത് ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിക്കട്ടെ. സമ്പൂർണ്ണമായ അനുസരണത്തിൻ്റെ പാതയിൽ നിൽക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് പ്രാപിപ്പാനിടയായിത്തീരും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:38 വായിച്ച വേഗത്തിൽ പെട്ടെന്ന്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കണം, മറിയ ഇവിടെ പറയുകയാണ്, ദൂതൻ വന്ന് പ്രത്യക്ഷനായപ്പോൾ, ബിഹോൾഡ് ദ ബോണ്ട് സ്ലേവ് ഓഫ് ദ ലോർഡ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ആ ഒരു സമർപ്പണത്തിനകത്ത് കർത്താവ് എന്ത് പറയുന്നോ അത് നടക്കാൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. ദൂത് വളരെ ശക്തവും ശ്രേഷ്ഠവുമാണ്. പക്ഷേ അവിടെ ഒരു സമർപ്പണത്തിൻ്റെ പാത അവളുടെ മുൻപിൽ ദൈവം വയ്ക്കുകയാണ്. ഹല്ലേലൂയ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ആ മറിയ എങ്ങോട്ടാ പോയതെന്നറിയാമോ? അടുത്ത നിമിഷം അവൾ പോയത് എലിസബത്തിൻ്റെ അടുക്കലേക്കാണ്. നല്ല ദൂരമുണ്ട്, മൈലുകൾ ഡിസ്റ്റൻസിലാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ വാഗ്ദത്വവും പ്രാപിച്ച ദൈവ പൈതൽ, they always maintain that kind of fellowship that where they can get encouragement, there they can
receive edification. There they can get impartation. ആ സാഹചര്യം മെയിൻറ്റെയിൻ ചെയ്യും. വാഗ്ദത്തം പ്രാപിച്ച ദൈവ പൈതൽ അവരെ സ്വയം ആത്മീയമായി വളരാനും ബലപ്പെടാനും ശക്തി പ്രാപിക്കാനുമുള്ള പ്ലേസ് ആയിരിക്കും അവർ തിരക്കുന്നത്. റബ ഖമന ഹസ്യാല അസ്യാദര ഖമന ഹസ്യാന. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന പൊടി കുഞ്ഞുങ്ങൾ, നമുക്ക് ധാരാളം കുഞ്ഞുങ്ങളെ ദൈവം നമുക്ക് നൽകി. ഒരു പക്ഷേ അതും അപൂർവമായിരിക്കും. അവരാരും ചെറിയവരല്ലെന്ന വിശ്വാസക്കാരനാൽ ഞാൻ കാണുന്നു. പക്ഷേ വിശ്വസിച്ച് പ്രാർത്ഥിച്ചെടുക്കാൻ ആരെങ്കിലും വേണ്ടേ? എടുക്കുക. ഹല്ലേലൂയ. വില കൊടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. മറിയ ആ വില കൊടുത്തപ്പോൾ മാനവജാതിയുടെ രക്ഷകൻ്റെ ഉദരത്തിൽ ചുമക്കാനുള്ള ഭാഗ്യം കിട്ടിയെന്ന് മാത്രമല്ല, ഓ സ്തോത്രം, ദൈവത്താൽ മാനിക്കപ്പെട്ട അനേകർക്ക് ഇൻസ്പിറേഷനായി മാറി. പ്രിയമുള്ളവരെ, ഇൻസ്പിറേഷനായി ദൈവം അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റിനെ തരുകയാണ്. ഇൻസ്പിറേഷനാകുന്നവർ ബാഹ്യമായിട്ടുള്ള ഹല്ലേലൂയ പ്രിട്ടൻഷൻസ്, ബാഹ്യമായിട്ടുള്ള ഹല്ലേലൂയ അഭിനയങ്ങൾ, കാണിക്കലുകൾ ഒന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിൻ്റെ അകത്തളത്തു നിന്നുള്ള സമർപ്പണമാണ്. ആ സമർപ്പണമാണ് നാളെയും ജീവിക്കാൻ പോകുന്നത്, അനേകരെ ജീവിപ്പിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ആ സാക്ഷ്യം അങ്ങനെ കെട്ടിപ്പടുക്കുവാനിടയായത് കഠിനമായ സമർപ്പണത്തിൻ്റെ അനുഭവത്തിലൂടെയാണ്. ബോൺ സ്ലേവ് ഓഫ് ദ ലോഡ്. ബോൺ സ്ലേവ് എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, സ്വന്തമായി വേജസ് സെർവ്. ഈ ബോൺ സ്ലേവിൻ്റെ പ്രത്യേകത അതുണ്ട്. വേജസ്, ജോലി ചെയ്താൽ കൂലി ആവശ്യപ്പെടാൻ പറ്റത്തില്ല. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സ്വന്തം താല്പര്യങ്ങൾക്കൊന്നും ഒരു പ്ലേസുമില്ല. പൗലോസ് പറഞ്ഞു, ഐ ആം എ സ്ലേവ് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ യേശു കർത്താവിൻ്റെ അടിമയാണ്. ആ അടിമകൾ ആരെങ്കിലും ചെറുതായിട്ടുണ്ടോ? അവർ ഹിസ്റ്ററിയിൽ സ്ഥാനം പിടിക്കുന്നവരാണ്. നമ്മൾ ഈ ടേം എടുത്ത് നോക്കുമ്പോൾ അയ്യോ നമ്മളൊന്നുമില്ലാത്തവരെ പോലെ നടക്കേണ്ടി വരും, അലഞ്ഞു തിരിയേണ്ടി, അങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാരുമുണ്ട്. അത് നല്ലതാണെന്ന്. അങ്ങനെയൊന്നും അല്ല. ദൈവം ആരെ അങ്ങനെ ആക്കിയോ? വേദപുസ്തകത്തിൽ കാണുന്ന ഇവരെല്ലാം ദേശത്തെ പ്രമുഖരായിരുന്നു. ഹല്ലേലൂയ. ദൈവം ആരെയും പട്ടിണി കിടത്തില്ല, ദൈവം ആരെയും ചെറുതാക്കില്ല. ദൈവത്തോട് നിൽക്കുന്നവരെ ദൈവം ഒരു മാന്യത കൊടുത്തവരെ നിർത്തും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. അപ്പോൾ ചരിത്രത്തിൻ്റെ വേദപുസ്തകത്തെ ആളുകളിൽ ദൈവത്തെ അനുസരിച്ചവരെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ചർച്ച് ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ 2 ഉദാഹരണങ്ങൾ ഞാൻ പറയുക. മദർ തെരേസ ദൈവത്തിൻ്റെ ഭയങ്കരമായ ഒരു എൻകൗണ്ടറിന് വിധേയയായി. ഷീ ഒബെയ്ഡ് ഗോഡ്സ് കോൾ ടു സെർവ് ദ പുവറസ്റ്റ് ഓഫ് ദി പുവർ ഇൻ ഇന്ത്യ. നമുക്കറിയാമല്ലോ, പാവപ്പെട്ടവരിലും പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ. ഹർ ഒബീഡിയൻസ് വാസ് നോട്ട് ഗ്ലാമറസ് ബട്ട് ഡീപ്ലി ഫെയ്ത്ത്ഫുൾ. പക്ഷേ ഇന്ത്യയിലൊരു വിദേശി ഇതുപോലൊരു ഫ്യൂണറൽ, ഫുൾ നാഷണൽ റെസ്പെക്റ്റ് കിട്ടിക്കൊണ്ട് നടന്ന ഫ്യൂണറൽ നമ്മൾ കണ്ടതാണ്. മദർ തെരേസ അന്യരാജ്യക്കാരി പുവറസ്റ്റിൻ്റെ ഇടയിൽ വന്നപ്പോഴും എത്രമാത്രം ഓണർ കിട്ടി. ആ ഓണറിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ആ ത്യാഗത്തിലൂടെ നാം വലിയ ലെഗസിയാണ് കെട്ടിപ്പടുക്കുന്നത്. അനുസരണത്തിലൂടെ നാം പണിതെടുക്കുന്നത്, കെട്ടിപ്പടുത്തുയർത്തുന്നത് വലിയ ലെഗസിയാണ്. ഒരുപക്ഷെ വളരെ പെയിൻഫുൾ സിറ്റുവേഷൻ നമ്മുടെ മുൻപിൽ കാണും. പക്ഷേ ആ പെയിൻഫുൾ സിറ്റുവേഷൻ്റെ മുൻപിലും എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, ദൈവം നമ്മെ പണിത് കയറ്റും. ഹല്ലേലൂയ, ആമേൻ പറയുക. ഓ സ്തോത്രം, സ്തോത്രം. ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവം നമ്മുടെ വഴിയായി മാറുകയാണ്. ഹർ ഒബീഡിയൻസ് വാസ് നോട്ട് ഗ്ലാമറസ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കാണാനോ കേൾക്കാനോ. കുഷ്ഠരോഗികളെയും മുറിവേറ്റവരെയൊക്കെ ഫുട്പാത്തിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവരെ കുളിപ്പിച്ച് ആഹാരം കൊടുത്ത് വസ്ത്രം കൊടുക്കുന്ന ജോലി ആ ഒരു സ്ത്രീ വനിത ഏറ്റെടുത്തു. ഹല്ലേലൂയ, ചിന്തിക്കേണ്ടതാണത്. പോളികാർപ്പ് എന്ന് പറയുന്ന യോഹന്നാൻ എന്ന ശിഷ്യൻ്റെ, യോഹന്നാൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ ശിഷ്യൻ്റെ ശിഷ്യനായിരുന്നു ആര്? പോളികാർപ്പ്. ഏർലി ചർച്ച് ഫാദേഴ്സിൻ്റെ ലിസ്റ്റിൽ വരുന്ന ഒരാളാണ്. അദ്ദേഹം വിശ്വാസം തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഇതാ, വെൻ അതോറിറ്റി ഓർഡേർഡ് ടു ഡിനൈ ക്രൈസ്റ്റ് ഓർ ഡൈ, യേശുവിനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ, 86 years I have served him.
86-ാമത്തെ വയസ്സിലാണ് അന്നത്തെ ഗവൺമെൻറ് ക്രിസ്തു മതത്തിനെതിരായി പ്രവർത്തിച്ചു. ഇങ്ങനെയുള്ളവരെ കൊന്നൊടുക്കാൻ തുടങ്ങി. പോളികാർപ്പിനെ കൊല്ലാൻ ഉത്തരവിടുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ്: 86 years ഞാൻ വിശ്വസ്തയോടെ എൻ്റെ കർത്താവിനെ സേവിച്ചു. ഹീ ഹാസ് ഡൺ ടു മീ നോട്ട് റോങ്. ഒരു തെറ്റും ദോഷമായിട്ടൊന്നും അവൻ എനിക്ക് ചെയ്തിട്ടില്ല. ഹൗ ക്യാൻ ഐ ബ്ലാസ്ഫെയിം മൈ കിങ് ആൻഡ് മൈ സേവിയർ? ഇത് പറഞ്ഞുകൊണ്ടാണ് പോളികാർപ്പ് രക്തസാക്ഷിയാകാൻ ഇടയായത്. രക്തത്താൽ ജയം. ഇതുപോലെ അനേകരെ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസ ജീവിതത്തിൽ നിൽക്കുമ്പോൾ ആത്മീകമായി നാം വലിയൊരു ഉദാഹരണമായി നാം കാണപ്പെടും. നമ്മെ അവൻ പ്രത്യേകമായിട്ട് മാനിക്കുവാനായിട്ടിടയായിത്തീരും. ഈ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 12:1 നിങ്ങൾ വായിക്കണ്ട, നിങ്ങൾക്കറിയാം, എഴുതുന്നവർ എഴുതിക്കോട്ടെ. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1 and 2 കാണുന്നു. എന്താണ്? ഓഫർ അവർ ബോഡീസ് ആസ് ലിവിങ് സാക്രിഫൈസ്. നമ്മുടെ ജീവിതം എന്ത് വേണം? അവന് പൂർണ്ണമായി ഒരു യാഗമായി ഏൽപ്പിക്കുവാൻ കഴിയണം. ഡു നോട്ട് കൺഫോംഡ് ടു ദിസ് വേൾഡ്. ഈ ലോകത്തോട് എന്ത് ചെയ്യരുത്? അനുരൂപരാകരുത്. ഡു നോട്ട് കൺഫോംഡ് ടു ദിസ് വേൾഡ്. ഹല്ലേലൂയ. ദൈവഹിതത്തിനായി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിക്കണം. ദൈവം ഒരു പാട്ടിങ്ങനെ പാടുന്നുണ്ട്. സാധാരണ നമ്മൾ കർത്തൃമേശയിലാണ് പാടുന്നത്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ ആ പാട്ട് എല്ലാം അറിയത്തില്ല. ദൈവഹിതം അനുസരിക്കുന്നത് സർവ ബലികളെക്കാളും ശ്രേഷ്ഠമായ കാര്യമാണ്. ദൈവഹിതം അനുസരിക്കും സർവബലികളെ കാളഹോ ഏറ്റവും നല്ല ആരാധന. അതേറ്റവും വലിയ ആരാധനയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 15 പറയുന്നു, ഇഫ് യു ലവ് കീപ് മൈ കമാൻഡ്മെൻറ്റ്സ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. യാക്കോബ് അപ്പോസ്തലൻ ജെയിംസ് ചാപ്റ്റർ 1:22, ബി ഡൂവേഴ്സ് ഓഫ് ദ വേർഡ് ആൻഡ് നോട്ട് ഹിയറേഴ്സ് ഓൺലി. ദൈവവചനം കേൾക്കുന്നവരായിട്ട് മാത്രമല്ല, അതിനെ ചെയ്യുന്നവരായും ഇരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട വചനം പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇൻ്റഗ്രിറ്റി സൂക്ഷിക്കുക. വില കൊടുക്കേണ്ടി വന്നാലും ചൂസിങ് ഇൻ്റഗ്രിറ്റി അറ്റ് വർക്ക് വെൻ ഇറ്റ് ഈസ് കോസ്റ്റ്ലി. നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് നമ്മൾ ഇൻ്റഗ്രിറ്റി കാണിക്കണം. നമുക്കൊരുപാട് ഫ്രീഡം കിട്ടുന്നു എന്ന് വെച്ച് നമ്മൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. അവിടെ എല്ലാം നമുക്കൊരു ഇൻ്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം നോക്കുന്ന ഏറ്റവും ഒന്നാമത്തെ ക്വാളിറ്റിയാണ് ഇൻ്റഗ്രിറ്റി, സത്യസന്ധത. ഹല്ലേലൂയ, സ്തോത്രം. ഇൻ്റഗ്രിറ്റി സൂക്ഷിക്കുക. ഈവൻ നമ്മൾ സിക്ക് ലീവൊക്കെ എടുക്കത്തില്ലേ, സൂക്ഷിക്കണം. ഇൻ്റഗ്രിറ്റി കാണിക്കണം. നമുക്ക് സത്യസന്ധമായിരിക്കണം. നിയമങ്ങൾ കൃത്യമായി പാലിക്കണം. വളർച്ച ആഗ്രഹിക്കുന്നെങ്കിൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണം. ഫർഗീവിങ് വെൻ ഇറ്റ് ഈസ് ഹാർഡ്. മറ്റുള്ളവരോട് ക്ഷമിക്കുക. പ്രയാസം ആയിരിക്കും, ഡിഫിക്കൽട്ടായിരിക്കും, ക്ഷമിക്കാൻ പാടായിരിക്കും, ഡിസർവ് ചെയ്യുന്നില്ലായിരിക്കും. ബട്ട് ഫർഗീവിങ് വെൻ ഇറ്റ് ഈസ് ഹാർഡ് ബിക്കോസ് ഗോഡ് കമാൻഡ്സ് ഇറ്റ്. ദൈവം കൽപ്പിച്ചതാണ്. ദൈവത്തിൻ്റെ സാക്ഷികളായി, എക്സ്പ്രസ്ഡ് ഇമേജായി നമ്മളെ തന്നെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി, ഞാൻ നിർത്തുകയാണ്. ഡിട്രോണോമി 28:1 മുതൽ 14 വരെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ആവർത്തന പുസ്തകം 28:1 മുതൽ 14 വരെ. അതിനകത്ത് കാണുന്നത് നോട്ട് ഓൺലി മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ബട്ട് വിത്ത് പീസ്, ഹിസ് പർപ്പസ് ആൻഡ് ഓൾസോ ഹിസ് പ്രസൻസ്. ആ അനുഗ്രഹത്തെക്കുറിച്ച് ഉള്ള കുറേ വാക്കുകളുണ്ട്. അതൊന്ന് വായിക്കാം സ്ഫുടമായിട്ടും. അത് വായിച്ച് ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് നിർത്താം.
എല്ലാവരും ശ്രദ്ധയോടെ അത് കേൾക്കണം. കുഞ്ഞുങ്ങൾ, ഡെട്രോണോമി ചാപ്റ്റർ 28 വേഴ്സ് 1 to 14 നിങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ മലയാളത്തിൽ വായിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. തക്ക സമയത്ത് നിന്റെ ദേശത്ത് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പ്രിയമുള്ളവരെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അനുഗ്രഹം അനുഭവിക്കുവാൻ, അനേകർക്ക് അനുഗ്രഹമാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അനുസരണത്തിൻ്റെ പാതയിലൂടെ, വിശ്വാസത്തിൻ്റെ പാതയിലൂടെ നാം ദൈവഹിതത്തിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് വലിയ വലിയ ദൈവ പദ്ധതിയുടെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുവാനിടയാകും. നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മെക്കൊണ്ട് വലിയ പദ്ധതികളുണ്ട്. ദൈവത്തിന് നമ്മെക്കൊണ്ട് കൃത്യമായ താല്പര്യങ്ങളുണ്ട്. നാം ആരും ഉപേക്ഷിക്കപ്പെട്ടവരോ തള്ളപ്പെട്ടവരോ അല്ല. കർത്താവ് സ്നേഹം, ദൈവം പുത്രനിലൂടെ ആ സ്നേഹം വെളിപ്പെടുത്തി നമ്മെ വിലയ്ക്ക് വാങ്ങി തൻ്റെ മക്കളാക്കി തീർത്തവരാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. ഇത് ഏറ്റവും ധന്യമായ സമയമാണ്. അവൻ വഴിയാണ്. നിങ്ങൾക്ക് വഴി അവൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. വഴി നിന്ന് നിങ്ങൾ കാണുന്നില്ലെങ്കിലും അവൻ വഴിയാണ്. അവൻ വഴിയാണ്. ഹി ഈസ് ദ വേ. ഹി ഈസ് ദ വേ. അവൻ നിങ്ങൾക്ക് വേണ്ടി വഴിയാണ്. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ വാഴ്ത്തുകയാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന ഫെലോഷിപ്പിന് കോടി കോടി നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ തിരു സാന്നിധ്യത്തിൻ്റെ മറവിൽ നീ ഞങ്ങളെ ഇരുത്തി. കർത്താവെ, ഈ വചനം കേട്ട ഓരോ മക്കളും ഞങ്ങൾ ഒരുമിച്ച് നിന്റെ വചനത്താൽ, നിന്റെ അരുളപ്പാടിനാൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ ഓരോ മക്കളിലും ചെയ്ത് ക്രിസ്തു എന്ന തലയോളം വളർന്ന് ദൈവത്തിൻ്റെ വലിയ പദ്ധതികളുടെ ഭാഗമായി തീരുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. എല്ലാ കണ്ണുനീരും തുടയ്ക്കപ്പെടുവാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ വഴികൾ തുറക്കപ്പെടുവാൻ പോകുന്നതിനായി സ്തോത്രം. തിരുക്കരങ്ങളിൽ നിന്റെ മക്കളെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചയക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.